ഒരു 27 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ. പക്ഷേ ഇന്നലെ രാത്രി ഒരു നിമിഷ നേരം കൊണ്ടാണ് യുവാവിനെ മരണം തട്ടിയെടുത്തത്. അതും സുഹൃത്തുക്കളുടെ കൺമുന്നിൽ വച്ച്. അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തം കവർന്നത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളെയായിരുന്നു. കോഴിക്കോട് തിരുവമ്പാടി ചവലപ്പാറ സ്വദേശി പുതിയകുന്നിൽ അബിൻ ബിനുവാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത്. ഇന്നലെ രാത്രിയിലാണ് അഭിനും സുഹൃത്ത് ശരത്തും കൂടി രോഗിയായ ഇവരുടെ സുഹൃത്തിനെ കാണുന്നതിനു വേണ്ടി തിരുവമ്പാടി കരിങ്കുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുന്നത്. സുഹൃത്തിനെ കണ്ട ശേഷം തിരിച്ചു പോരുമ്പോഴാണ് ഇവർ ആശുപത്രി ക്യാൻറ്റീനിലേക്ക് പോകുന്നത്. തുടർന്ന് ക്യാൻറ്റീനിന് മുൻവശത്ത് നിന്ന് അഭിനും ശരത്തും ഏറെ നേരം സംസാരിച്ചു നിന്നു. ഏകദേശം 1 മണിക്കൂറോളം തങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചുവെന്നാണ് ശരത്ത് പറയുന്നത്. ഇതിനിടെ രാത്രി 10:30 ഇവർ നിന്നിരുന്ന സ്ഥലത്തെ കമ്പിവേലിയുടെ ചാരി നിന്നിരുന്ന ലൈറ്റിൽ നിന്നും യുവാവിന് ഷോക്കേൽക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷിയായ സുഹൃത്ത് പറയുന്നത്. താഴെ വീണുകിടന്ന ലൈറ്റിൽ അബിൻ ചവിട്ടിയപ്പോൾ ഷോക്കേൽക്കുകയായിരുന്നു. ഷോക്കേറ്റ് പിടയുന്ന അഭിനെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചപ്പോൾ സുഹൃത്തിനും ഷോക്കേറ്റു. തുടർന്ന് സാഹസികമായി മറ്റൊരാളെയും കൂട്ടി അഭിനെ പിടിച്ചുമാറ്റിയ ശേഷം ആദ്യം അതേ ആശുപത്രിയിൽ തന്നെ കാണിക്കുകയായിരുന്നു. അഭിനെ കിടത്താൻ ഒരു സ്ട്രെച്ചർ പോലും ആശുപത്രി അധികൃതർ നൽകിയില്ല എന്നും സുഹൃത്ത് പറയുന്നു. കൂടാതെ അവിടെ കരണ്ടിന് യാതൊരുവിധ പ്രശ്നവും ഇല്ലെന്നും അവർ പറഞ്ഞുവെന്നും ശരത്ത് പറയുന്നുണ്ട്. ആദ്യം അതേ ഹോസ്പിറ്റലിൽ കാണിച്ച ശേഷം പിന്നീട് അവിടെ നിന്ന് ആംബുലൻസിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് അഭിനെ എത്തിച്ചുവെങ്കിലും മരിച്ചതായി ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുവാനും ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് യുവാവ് കുഴഞ്ഞു വീഴുന്നതായി കണ്ടുവെന്നാണ്. തുടർന്ന് ചികിത്സ നൽകിയെന്നും പിന്നീട് മറ്റൊരു ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചുവെന്നും അവർ വ്യക്തമാക്കി. ഇതുകൂടാതെ അവർ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി വീണുകിടന്നിരുന്ന ആ ലൈറ്റ് അപകടശേഷം കൃത്യമായി പുനഃസ്ഥാപിച്ചു എന്നും സുഹൃത്തുക്കൾ ആരോപിക്കുന്നുണ്ട്. ആ ലൈറ്റിന്റെ അപകടം നടക്കുന്നതിന് മുൻപത്തെയും അപകടത്തിന് ശേഷവുമുള്ള ഫോട്ടോകൾ ഇവരുടെ പക്കലുണ്ട്. എന്തായാലും സംഭവത്തിൽ തിരുവമ്പാടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചാലേ കൃത്യമായ മരണകാരണം പറയാൻ സാധിക്കൂവെന്നാണ് പോലീസും പറയുന്നത്. അഭിന്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.